സാജിദ് ഞാനെന്ന് പറയാം, ഇപ്പം മരണസംഖ്യ 13 എന്നുള്ള പുതിയ വിവരം വരികയാണ്. അപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആളുകളുടെ പരിക്കേറ്റരുടെ നില അങ്ങേയറ്റം ഗുരുതരമാണ്. അതിലിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് 8 മരണമായിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് 12 ആവുകയും ഇപ്പോൾ 13 ആവുകയും ചെയ്തു. ആശുപത്രിയിൽ ആകെ ചികിത്സയിലുണ്ടായിരുന്നത് 15 പേരാണ്. അതിൽ 6 പേർ കൂടി ഇപ്പോൾ മരിച്ചു എന്ന വിവരം പുറത്തു വരികയാണ്. ഇനി 10 പേരാണ് ജീവനോടെ ആശുപത്രിയിലുള്ളത്. അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള പരിശ്രമം തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിൽ തുടരുന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഞാൻ വീണ്ടും സാജിദിലേക്ക് ഒരിക്കൽ കൂടി. സാജിദ്, അപ്പോൾ ഈ ചികിത്സയിലുള്ള ആളുകളിലെ ബഹുഭൂരിപക്ഷം പേരുടെയും നില അങ്ങേയറ്റം ഗൗരവതരമാണോ? നമ്മൾ നേരത്തെ AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് പലർക്കും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. എന്നാൽ ചില ആളുകളെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഈ പരിക്ക് ഏറ്റ ആളുകളാണെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ കഴിയും എന്ന ഒരു ഈ പ്രതീക്ഷ കൂടി ഉണ്ട്. അത്തരം പൊള്ളലേറ്റ ആളുകൾ, അതോടൊപ്പം തന്നെ അതീവ ഗുരുതരമായി പൊള്ളലേറ്റ ആളുകൾ, അങ്ങനെ വിവിധ തരത്തിൽ ഈ പൊള്ളലേറ്റ ആളുകളുണ്ട്. ഈ നിലവിൽ 20 പേർ ചികിത്സയിലും അതോടൊപ്പം തന്നെ മറ്റ് ആളുകൾ, അതായത് ഇപ്പോൾ 13 പേരുടെ മരണവും ആണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇനി ആളുകളുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്, ഇനി ആരെങ്കിലും അത്ഭുതകരമായി അതിനകത്ത് ഈ ജീവനോടെ പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ്. ഇപ്പോൾ വലിയ ഈ സജ്ജീകരണങ്ങൾ, ഈ ലൈറ്റ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി അവിടെ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ തിരച്ചിൽ രാത്രി ഈ ഏറെ നേരം വേണ്ടിവരുമ്പോൾ IG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ, ജനപ്രതിനിധികൾ എന്നിവർ എല്ലാം തന്നെ ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തൃശ്ശൂർ പൂരം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ എത്താൻ പോകുന്ന സമയത്താണ് ഇത്ര വലിയ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ പല മാധ്യമപ്രവർത്തകരും ഇവിടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഉള്ള ഈ ആളുകൾ നിരവധി ആളുകൾ ഇവിടെ വരികയും പോവുകയും കൂടി ചെയ്യുന്നതാണ്. ഈ ദേവസ്വത്തിൻ്റെ ആളുകൾ, ഈ തിരുവമ്പാടിയുമായി ബന്ധപ്പെട്ട ഈ ദേവസ്വം ഉദ്യോഗസ്ഥർ, ദേവസ്വം അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ എത്തുന്നു. ഇപ്പോൾ DCC പ്രസിഡന്റ് കൂടി ഉണ്ട്. ഇപ്പോൾ ആശുപത്രിയിലുള്ള ആളുകളുടെയൊക്കെ, ഈ പരിക്കേറ്റ ആളുകളുടെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയാണ്? വളരെ ഗുരുതരമായ പരിക്കേറ്റ ആൾക്കാരുണ്ട്. ഡെത്ത് റേറ്റ് 12 ഒക്കെ ആയി എന്ന് പറയുന്നു. ഇനിയും 18ഓളം പേര് പരിക്കേറ്റവർ ആശുപത്രിയിലുണ്ട്. ഇനിയിപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് ഫോഴ്സിന് അങ്ങോട്ട് കയറാൻ സാധിച്ചിട്ടുള്ളത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് അതിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ഡെത്ത് റേറ്റ് കൂടാനാണ് സാധ്യത. ഇപ്പോൾ മേയർ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അകത്തേക്ക് കയറി പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തീ പൂർണ്ണമായിട്ട് അണച്ചിട്ടുണ്ടല്ലേ? ഇപ്പോഴാണ് തീ പൂർണ്ണമായിട്ട് അണയ്ക്കാൻ സാധിച്ചു. ഇത്ര നേരം തീ ആളിക്കത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഏറെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ എന്നാലും ഒരു ഭാഗത്ത് പുക ഇനിയും അടങ്ങിയിട്ടില്ല. ഞങ്ങൾ വരുമ്പോഴും ഇവിടെ തീ കത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ വെടികളും പൊട്ടുന്നതായിരുന്നു. ഏകദേശം 1 മണിക്കൂറായിട്ടുള്ള വെടി നിന്നിട്ട്. അപ്പോൾ വളരെ ദാരുണമായൊരു സംഭവമാണ് ഇന്നിവിടെ നടന്നത്. ഏകദേശം 13 പേരുടെ മരണം സ്ഥിരീകരിച്ചു. അനേകം പേരുടെ അവസ്ഥ അതീവ ഗുരുതരാവസ്ഥയിൽ ഒക്കെയാണ്. നമ്മൾ ഊഹിക്കുന്നതിന് വലിയൊരു അപകടമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഏകദേശം 30 മുതൽ 40 പേര് ഈ ഒരു വെടിമരുന്നശാലയിൽ ജോലി ചെയ്തിരുന്നു. 40ഓളം പേർക്കാണ് ഉച്ചയ്ക്ക് ഭക്ഷണം ഇവിടെ ഓർഡർ ചെയ്തത്. അതിൽ നിന്നൊരു 4-5 പേര് വെള്ളം കുടിക്കാനായിട്ട് പുറത്തേക്ക് കടന്നു. ബാക്കി എല്ലാവരും ഈ അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ ഫയർഫോഴ്സുകാർക്ക് തീ അണച്ചിട്ട് അകത്തേക്ക് കയറാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോഴും എത്ര പേരായിരുന്നു അപകട സമയത്ത് ഉണ്ടായിരുന്നത് എന്നതിലൊരു ഒരു വ്യക്തത വരാനുണ്ടല്ലോ. 40ഓളം പേരാണ് അപകട സ്ഥലത്ത്. കാരണം ഈ ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുപോയത് 40 പേർക്കാണ് ഊണ് കൊടുത്തതെന്നാണ് പറയുന്നത്. ഈ ഓപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ എന്തൊക്കെ അടിസ്ഥാന ആവശ്യങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? അതെ, ഇപ്പോൾ ഇരുട്ടായി. അപ്പോൾ ലൈറ്റ് വേണം. അതിനുള്ള ക്രമീകരണങ്ങൾ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നു. പിന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം, ഭക്ഷണമടക്കമുള്ള കാര്യങ്ങളിൽ വെള്ളം, ഭക്ഷണ കാര്യങ്ങൾ, അതിനുള്ള സൗകര്യങ്ങളും തൃശ്ശൂർ കോർപ്പറേഷൻ ജില്ലാ ഭരണകൂടവുമായി ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്.
ഈ തൃശ്ശൂർ കോർപ്പറേഷൻ മേയറും DCC പ്രസിഡന്റുമാണ് നമ്മോട് സംസാരിച്ചത്. ഇപ്പോഴും ഈ പരിക്കേറ്റ് ചികിത്സയിലുള്ള പല ആളുകളുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നുള്ളതാണ്. എത്ര പേരായിരുന്നു അപകട സമയത്ത് ഉണ്ടായിരുന്നത് എന്നതിൽ ഒരു വ്യക്തതയില്ല. 40 ആൾക്കുള്ള ഭക്ഷണമാണ്, ഉച്ചഭക്ഷണമാണ് കൊണ്ട് വന്നിരുന്നത്. അതിൽ ചില ആളുകൾ പുറത്തു പോയി. നേരത്തെ നടരാജ് സൂചിപ്പിച്ച പോലെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ചില ആളുകൾ ഉണ്ട്. ഇനി എന്തായാലും ഇപ്പോൾ ഈ അഗ്നി സേനയ്ക്ക് പൂർണ്ണമായും അതിന് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തിരച്ചിൽ നടത്തുകയാണ്. പോലീസും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ഈ തിരച്ചിലുകളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ്.